ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? നമ്മൾ ഇനി അടുത്ത ടീം നമ്മൾ നേരെ പോയി നോക്കുന്നത് ലക്നൗ സൂപ്പർ ജയൻസിലേക്കാണ്. ഋഷഭ് പന്ത് ക്യാപ്റ്റനായിട്ടുള്ള നമ്മുടെ അമൂൽ ബേബി ഋഷഭ് പന്ത് ക്യാപ്റ്റനായിട്ടുള്ള ലക്നൗ സൂപ്പർ ജയൻസ്. അടുത്ത ബാറ്റ്സ്മാനായിട്ട് വരുന്നത് ഡേവിഡ് മില്ലറാണ്. പിന്നെ മർക്രം ഉണ്ട്, പൂറനും ഉണ്ട്. പിന്നെ ഒരു ആര്യൻ ജുയാൽ, ഹിമ്മത്ത് സിംഗ്, മാത്യു ബ്രിഡ്സ്കെ എന്നും പറഞ്ഞിട്ടുള്ള കുറച്ച് ടീമിനെ ബാറ്റിങ്ങിൽ കാണുന്നുണ്ട്. നോക്കാം എന്താവുന്നു. ഓൾറൗണ്ടേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മിച്ചൽ മാർഷ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത്യാവശ്യം ഒരു നല്ലൊരു ഓൾറൗണ്ടർ ഒന്നുമില്ല. അതുപോലെ തന്നെ ഓൾറൗണ്ടർ കുറച്ച് വീക്കാണ്. മിച്ചൽ മാർഷ് കഴിഞ്ഞാൽ പേരുകൾ കാണുന്നത് അബ്ദുൽ സമദ്, ഷഹബാസ് അഹമ്മദ്, യുവരാജ് ചൗധരി, രാജ്വർദ്ധൻ ഹങ്കർഗേക്കർ, ആർഷിൻ കുൽക്കർണി, ആയുഷ് ബദോനി. ഈ ആയുഷ് ബദോനിയുടെ പേര് ഉയർന്നു കേൾക്കാറുണ്ട് ചില സമയത്ത്. നല്ല കളിക്കാരനായിരിക്കണം. നോക്കാം. ബോളേഴ്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആവേശ് ഖാൻ ഉണ്ട്, അതുപോലെ തന്നെ രവി ബിഷ്ണോയി. പിന്നെ വരുന്നത് വീക്കാണ്, അട്ടർ വീക്കാണ്. രവി ബിഷ്ണോയൊക്കെ നമുക്കറിയാമല്ലോ, ഒരു സ്പിന്നറായിട്ടാണ് വരുന്നത്. ഷോകാണ്. ബാറ്റിങ് ആ ഒരു വെടിക്കെട്ട്, ആ ഒരു ബാറ്റിംഗ് സെറ്റപ്പ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓൾറൗണ്ടറും ഇല്ല, അതുപോലെ തന്നെ ഒരു നല്ലൊരു പേസറും ഇല്ല. കുഴപ്പമാണ്. ലക്നൗ സൂപ്പർ ജയൻസ് ബാറ്റിങ്ങിൽ മാത്രമേ ഒരു മെന ഉണ്ടാവുള്ളൂ. ഒരു വെൽ നോൺ ആയിട്ടുള്ള ആരെയും സൂപ്പർ ജയൻസിൽ കാണുന്നില്ല.